ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മയോട് അനുവാദം വാങ്ങിച്ച് ടെൻഷനോടെ മുറ്റത്ത് നിൽക്കുകയാണ് വിനീത്. അപ്പോഴാണ് മോനെ വിനീതേ എന്ന് വിളിച്ച് രാധമ്മ അങ്ങോട്ട് വരുന്നത്. നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട് കുറേ നാളായല്ലോ, ഞാൻ ഫോൺ വിളിച്ചിട്ടും നീ എടുത്തില്ല എന്ന് രാധമ്മ ചോദിക്കേ. അത് സ്കൂൾ തുറപ്പല്ലേ, യൂണിഫോം തയ്ക്കുന്ന തിരക്കില്ല. ഇതിനിടയ്ക്ക് ഫോൺ പണി മുടക്കി. കുറച്ച് പഴയതാ, ഒരു പച്ച വരെ കാണാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ആരെ വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല, കണക്റ്റ് ആയാലും കട്ടാവും എന്നവൻ പറയേ. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് രാധമ്മയും. രാധമ്മ എന്നോട് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞിരുന്നോ, ഞാൻ വിട്ടുപോയി എന്നവൻ ചോദിക്കേട്ടാ. അതല്ല, ഗംഗയെയും കൊണ്ട് ഒളിച്ചോടുന്ന കാര്യം. നിന്റെ സമ്മതം മാത്രം മതി, ഞാൻ അവളെ ഒരുക്കി ഈ ഗേറ്റിന് വെളിയിൽ എത്തിച്ചു തരാം എന്ന് രാധമ്മ പറയേ. ഗംഗയെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവാനാ രാധമ്മേ എന്ന് വിനീതും. എടാ, അത് നീ ഈ ഓണം കയറാൻ മൂലയിൽ കിടക്കുന്നോണ്ട് തോന്നുന്നതാ. പുറത്താ ലോകം പരന്നു കിടക്കുന്നത്. അവിടെ നിങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനുമൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. ഞാനും നിന്റെ മുത്തശ്ശനുമൊക്കെ അങ്ങനെ നെഞ്ചു വിരിച്ച് ലോകത്തോട്ട് ഇറങ്ങിയവരാ. ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോവും, പിന്നത് പിടിച്ച കിട്ടില്ല. നിനക്കങ്ങനെ പുറത്ത് ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ നീ എന്നോട് പറ. കണ്ണൂർ ഇപ്പോഴും മാധവേട്ടന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. രാധമ്മയെന്നല്ല, മാധവന്റെ രാധയെന്നാ അവരൊക്കെ വിളിക്കുന്നത്. ഞാനിപ്പോഴും ഒരു കാര്യം പറഞ്ഞ അവർക്ക് മാധവേട്ടൻ പറയുന്ന പോലെ തന്നെയാ. നീ ഒന്നും അറിയണ്ട, നിന്നെയും ഗംഗയെയും അവർ കണ്ണൂരിൽ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളും. താമസിക്കാൻ വീടും ഭക്ഷണവും ജോലിയും എല്ലാം അവർ റെഡിയാക്കി തരും. നിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും അവർ സമ്മതിക്കില്ല. നിനക്ക് അവളെയും കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ ഒരു തയ്യൽ മെഷീൻ പോരെടാ, ആ ജോലി എവിടെ ചെന്നാലും കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലും ചുറ്റുപാടുമുണ്ടോന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മാധവേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയും മോതിരവും ഒക്കെ ഈ വീട് പണയത്തിൽ പോയപ്പോഴും പോലും ഞാൻ അനക്കാതെ വെച്ചിരിക്കുകയാ. ഞാൻ എന്തായാലും അത് ചിതയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇത്രയൊക്കെ പോരേടാ ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട് എന്നമ്മ ചോദിക്കേ. മതി രാധമ്മേ എന്ന് പറഞ്ഞവൻ അന്ന് രാത്രി അമ്മ അവനോട് പറഞ്ഞ കാര്യം ഓർത്തെടുക്കുകയാ. ഇത് ഞാനും എന്റെ ഭർത്താവും കൂടി സമ്പാദിച്ച വീടാ. ഇവിടെ എന്റെ തലയ്ക്കുമീതെ പറക്കുന്ന ഒരുത്തനും വേണ്ട. നിനക്ക് പ്രധാനം ഞാനാണോ ആ അഴിഞ്ഞിട്ട കാര്യമാണോന്ന് ഇപ്പൊ തീരുമാനിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞതും. ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടോ, ഈ പന്തൽ കെട്ടാനും മണിയറ ഒരുക്കാനും കസേര പിടിച്ചിടാനുമൊക്കെ ആളുകളുടെ ആവശ്യം വരുമെന്നേ എന്ന് ജയബാലനങ്ങൾ പറഞ്ഞതും. ഞങ്ങളോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം. സഹായം ചെയ്യുകയാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് അമ്മായി പറഞ്ഞതുമെല്ലാം ഓർക്കെ അവൻ വീണ്ടും രാധമ്മയുടെ അടുത്തേക്ക് ചെന്ന്, പക്ഷേ എങ്ങോട്ട് പോയാലും എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് നീ വന്നോ? 1-2 കുഞ്ഞുങ്ങളെയൊക്കെ ആവുമ്പോൾ എല്ലാവരും സുജാതയടക്കം നിങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് രാധമ്മ പറയേ. അതല്ല രാധമ്മേ ഞാൻ ഉദ്ദേശിച്ചത്. അരവിന്ദൻ അമ്മാവൻ മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി എന്നോട് പറഞ്ഞത് അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ കുടുംബം നോക്കണമെന്നാ. 4 പെൺകുട്ടികളിൽ ഒരാളുടെ ജീവിതം മാത്രം ഭദ്രമാക്കണമെന്നല്ല. ഇന്നലെ സ്കൂൾ വരാന്തയിലോ അമ്പല മതിൽക്കെട്ടിനകത്തോ വെച്ച് പ്രണയിച്ചു തുടങ്ങിയവരാണെങ്കിൽ എനിക്ക് രാധമ്മ പറയുന്ന പോലെ ചെയ്യായിരുന്നു. എന്റെ ജീവിതവും സന്തോഷവും മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അരവിന്ദൻ അമ്മാവനുമായിട്ട് അങ്ങനെ ഒരു വാക്കുള്ളോണ്ടാ ഈ വീട്ടിൽ കയറരുതെന്ന് അമ്മായി പറഞ്ഞിട്ടും നാണം കെട്ട് ഞാൻ വീണ്ടും കയറി വരുന്നത്. അരവിന്ദൻ അമ്മാവൻ ആരെയൊക്കെ കാത്തു സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ കാര്യം എന്നാൽ കഴിയും പോലെ നോക്കണം എനിക്ക്. രാധമ്മ പറയുന്നത് പോലെ പുറത്തു നിന്നുള്ള വലിയൊരു ലോകമൊന്നും വേണ്ട എനിക്ക്. ഇവിടുത്തെ ചെറിയ ലോകമില്ലേ, ചെറിയ കുറുമ്പും പിണക്കവും ഒക്കെ സൂക്ഷിക്കുന്ന ഈ രാധമ്മ, തൊട്ടതെല്ലാം അബദ്ധമാക്കി മാറ്റുന്ന ശാരദാമ്മ, കുസൃതി കൊണ്ട് കുഴപ്പത്തി ചാടുന്ന കാവേരി, കോളേജിലെത്തിയിട്ടും 8ഉം പൊട്ടും തിരിയാത്ത യമുന, അരവിന്ദൻ അമ്മാവനെ ഓർമ്മ വരുമ്പോൾ ഫോൺ എടുത്ത് എന്നെ വിളിക്കുന്ന നിള, ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് വഴക്കിന് വരുന്ന സുജാതാമ്മ, അവരെല്ലാം വേണം എന്റെ ലോകത്ത്. ഗംഗ മാത്രം പോരാ. കണ്ണൂർ മാത്രമല്ല, മറ്റെവിടെയാണെന്ന് പറ, ഗംഗയും കൊണ്ട് ഞാൻ പോവാം എന്ന് രാധമ്മയെ ചേർത്ത് പിടിച്ച് അവൻ പറയേ. രാധമ്മയും അവന്റെ കൈ ചേർത്ത് പിടിച്ച് സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. ഇല്ലല്ലേ, അപ്പോ നിശ്ചയം നടക്കട്ടെ, കല്യാണവും എന്ന് വിനീത് പറയുന്നുണ്ട്. നീ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ലടാ. ഇത്രയും നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല മനുഷ്യന്മാർക്ക് എന്ന് ദേഷ്യത്തോടെ കരഞ്ഞു പറഞ്ഞ് രാധമ്മ അവിടുന്ന് പോവുകയാ. അവരുടെ സംസാരവും ശ്രദ്ധിച്ച് അപ്പുറത്ത് മറഞ്ഞു നിൽക്കുകയാ നിളയും. രാധമ്മ പോയി കഴിയുമ്പോഴേക്കും നിളയും വിനീതിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ നിളക്കുട്ടിയോ, പുതിയ ഉടുപ്പാ ഇത്? നിശ്ചയത്തിന് എടുത്തതാ എന്ന് വിനീത് ചോദിക്കേ. നിള ഒന്നും മിണ്ടാതെ നിൽപ്പാ. അത് കാണേ എന്തോ സങ്കടമുണ്ടല്ലോ എന്റെ നിളക്കുട്ടിക്ക് എന്നവൻ ചോദിക്കേ. വിനീതേട്ടൻ ഗംഗേച്ചിയും കൊണ്ട് ഒളിച്ചോടാൻ പോവുക എന്ന് നിളയും ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞു എന്ന് വിനീത് ചോദിക്കേ. വിനീതേട്ടൻ അച്ചമ്മയോട് സംസാരിച്ചോണ്ടിരുന്നത് ആ കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ അച്ചമ്മയുടെ കൂടെ കിടക്കുമ്പോൾ അച്ചമ്മ എല്ലാ രാത്രിയും
ഗംഗേച്ചിയും ഈ കാര്യം പറയും. വേറെ ആരോടും പറയരുതെന്നും പറയും. വിനീതേട്ടൻ ഗംഗേച്ചിയും കൊണ്ട് പോയാൽ പിന്നെ എനിക്ക് നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അച്ഛനെ ഓർമ്മ വരുമ്പോ എനിക്ക് വിനീതേട്ടനെ വിളിക്കാനും പറ്റില്ല എന്നവൾ പറയേ വിനീത് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവൾ തള്ളി മാറ്റിക്കൊണ്ട്, വേണ്ട വിനീതേട്ടാ, എന്നോട് കള്ളം പറയണ്ട. വിനീതേട്ടൻ ഗംഗേച്ചിയും കൊണ്ട് പോയാ എനിക്ക് സങ്കടാവുന്നുള്ളത് സത്യ. അത് സാരമില്ല, വിനീതേട്ടൻ കൊണ്ടുപോയിക്കോ ഗംഗേച്ചിയെ. ഒരു പാവാ ഞങ്ങളുടെ ഗംഗേച്ചി സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നീള നടന്നു നീങ്ങുമ്പോഴേക്കും മോളെ നീളെ എന്ന് വിനീത് വിളിക്കുന്നുണ്ടെങ്കിലും തന്റെ 2 കൈകൊണ്ടും ചെവി പൊത്തിപ്പിടിച്ച് എന്നോടൊന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട എന്ന് പറഞ്ഞവൾ വീട്ടിലേക്ക് കയറി പോവുകയാ. അവിടെ ജയബാലൻ സിറ്റൗട്ടിലേക്ക് വരുമ്പോഴാണ് മുറ്റത്ത് അതിഥികളുമായി സംസാരിച്ചു നിൽക്കുന്ന നിവിനെ കാണുന്നത്. അവനെ കാണേ ഇവനെന്താ ഇവിടെ എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് നിവിനെ അരികിലേക്ക് വിളിച്ച്, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്കിളിന് എന്താണ് ഇവിടെ കാര്യം? അത് തന്നെ എന്ന് നിവിനും. ഞാൻ ഇവിടെ കല്യാണം നടത്താൻ വന്നതാ, വരന്റെ വീട്ടുകാർ എന്റെ ബന്ധുക്കളാ, അത് തന്നെ കാര്യം എന്ന് ജയബാലൻ പറയേ, അങ്കിളിനുള്ള അതേ ബന്ധം തന്നെ എന്റെ അമ്മയ്ക്കും ഉണ്ടാവുമല്ലോ, നിങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ, ഞാനും അവരെ ഒന്ന് കാണട്ടെ എന്ന് നിവിനും. എടാ ഈ വീട്ടിൽ കയറി പോരുതെന്ന് നിന്നോട് നിന്റെ അമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് ജയബാലൻ ചോദിക്കേ. എന്നിട്ട് അങ്കിള് കയറിയതോ എന്ന് നിവിനും. എടാ ഈ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ശരിയല്ല, അരവിന്ദന്റെ മക്കളല്ലേ, എങ്ങനെയെങ്കിലും കഴിച്ചിലായി പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഓരോ ആലോചനയും കൊണ്ട് വരുന്നത് എന്നങ്കിൾ പറയുന്നത് കേൾക്കേ. അപ്പോ നമ്മുടെ ബന്ധുക്കളെ ചതിക്കുകയാണ് അങ്കിള് അല്ലേ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. എടാ അത്ര ശരിയല്ലെന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു വിടാൻ പറ്റാത്തത്ര ശരികേടൊന്നുമില്ല എന്ന് ജയബാലൻ പറയേ. എന്ന് പറഞ്ഞ അത് എത്ര ശതമാനം വരും അങ്കിളെ എന്ന് നിവിനും. തേങ്ങാക്കൊല, നീ എന്ത് കുന്തം വേണേലും ചെയ്യ്, നീ ഇവിടെ പാ വിരിച്ചു കിടക്ക്, ഞാൻ ചോദിക്കാനൊന്നും വരുന്നില്ല, പോടാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ജയബാലൻ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് വരാന്തയിൽ നിൽക്കുന്ന വിനീതിന്റെ അടുത്തേക്ക് കാവേരി എത്തുന്നുണ്ട്. അവളെ കണ്ട് വിനീതും എന്തു പറ്റി ഇങ്ങനെ ആകെ കോലം കെട്ടിട്ട് എന്ന് ചോദിക്കേ. വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാ വിനീതേട്ടാ, ആർക്കും സന്തോഷവും മനസ്സമാധാനവും ഒന്നുമില്ല എന്നവൾ പറയേ. എന്തു പറ്റി എന്ന് വിനീതും. ആർക്കും ഈ കല്യാണം ഇഷ്ടമല്ല വിനീതേട്ടാ, എനിക്കോ യമുനയ്ക്കോ നിളയ്ക്കോ ആർക്കും. അപ്പോ ഗംഗയ്ക്കോ എന്ന് വിനീത് ചോദിക്കേ. ഗംഗേച്ചിയുടെ കാര്യം എന്താ, അമ്മ എന്തു പറയുന്നോ അതുപോലെ ഗംഗേച്ചി ചെയ്യും. അമ്മയാണെങ്കിൽ ജയബാലിനി ഇപ്പോ രാത്രി എന്ന് പറഞ്ഞ ഉടനെ വിളക്ക് കത്തിച്ചു വെക്കും. ഇതിനിടയിൽ ആ പാവം ഗംഗേച്ചി വിഷമിക്കുന്നത് എത്രയാന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ എന്നവൾ പറയുന്നത് കേൾക്കെ വിനീതനും ആകെ ടെൻഷൻ ആവുകയാ. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. കൊള്ളാം കാവേരി, വീട്ടിൽ ഇത്രയും വലിയൊരു ചടങ്ങ് നടത്തിയിട്ട് എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്ന് നിവിൻ പറയേ. എന്നെ തന്നെ ക്ഷണിച്ചിട്ടില്ല, കണ്ടില്ലേ പുറത്തു നിൽക്കുന്നത് എന്ന് കാവേരിയും. പിന്നെ നിവിന് ക്ഷണത്തിന്റെ ആവശ്യമില്ലല്ലോ, സ്വന്തം അങ്കിളല്ലേ ഏറ്റെടുത്ത് നടത്തുന്നത്. രണ്ടാളും വാ അകത്തേക്കെന്ന് പറഞ്ഞ് കാവേരി അകത്തോട്ട് കയറി പോവുകയാ. ടെൻഷനോടെ നിൽക്കുന്ന വിനീതിനെ കണ്ട് നിവിനും പറയുന്നുണ്ട്, സോറിടാ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി, ഇനി നിന്നെ ഞാൻ ഒന്നും പറയില്ല. ചെറുക്കനെ കണ്ടോ നീ, അവരുടെ കൂടെയല്ലേ നീ വന്നത് എന്നവൻ ചോദിക്കേ. ഇല്ല, ഞാൻ കൊണ്ടുവന്ന വണ്ടിയിൽ ഇല്ലായിരുന്നു, ചിലപ്പോ ഇനി വരെയുള്ളായിരിക്കും എന്ന് വിനീതും പറയുന്നു. ഗംഗ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ലടാ, അവൾ ആരെ കല്യാണം കഴിച്ചാലും സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചാൽ മതി ജീവിത അവസാനം വരെ എന്ന് വിനീത് പറയുന്നത് കേൾക്കെ നിവിനും ടെൻഷൻ ആവുകയാ. അപ്പോഴേക്കും അവിടെ നിശ്ചയ ചടങ്ങിനായി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ടെൻഷനോടെ റൂമിലെ കട്ടിലിരിക്കുകയാണ് ഗംഗ. കൂടെ തന്നെ യമുനയും കാവേരിയും നിളയും എല്ലാം ഉണ്ട്. ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി ടെൻഷനോടെ ഇരിപ്പാ 4 പേരും. അകത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വിനീതും നിവിനോടായി പറയുന്നുണ്ട്, ടാ ചടങ്ങ് തുടങ്ങിയെന്ന് തോന്നുന്നു, പക്ഷെ ചെറുക്കനെ കാണുന്നില്ലല്ലോടാ എന്ന് നിവിനും അകത്തേക്ക് നോക്കി പറയുന്നുണ്ട്. ലൂസിയമ്മയും കൂടെയുള്ള ഒരു സ്ത്രീയോടായി ചോദിക്കുന്നുണ്ട്, ചേർത്തല ഇവർക്ക് എന്തിന്റെ കച്ചവടമെന്നാ പറഞ്ഞതെന്ന്. ബോട്ടാണെന്നാ പറഞ്ഞതെന്ന് അവരും. ഞാൻ വിചാരിച്ചു ഇവർക്ക് മൊട്ട കച്ചവടമാണെന്ന് എന്ന് ലൂസിയമ്മയും. തിരുമേനിയുടെ കയ്യിൽ നിന്ന് ജാതകക്കുറിപ്പെല്ലാം വാങ്ങി നോക്കി ശാരദയ്ക്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാം ശരിയല്ലേ ശാരദയെന്ന് ജയബാലൻ ചോദിക്കുന്നുണ്ട്. ജയബാലേട്ടൻ വാങ്ങിച്ചു നോക്കിയതാണല്ലോ, അത് മതിയെന്ന് പറഞ്ഞ് ശാരദ അത് ജയബാലേട്ടന് തിരികെ നൽകുകയാ. അയാൾ അത് തിരുമേനിക്ക് കൈമാറുമ്പോഴേക്കും ഇനി പയ്യന് വന്നിരിക്കാമെന്ന് തിരുമേനി പറയുന്നുണ്ട്. അതുകൾക്ക് പയ്യനും എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് തിരുമേനിയുടെ മുന്നിലേക്ക് വന്നിരിക്കുക. പയ്യനെ കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുക വിനീത്. അയ്യേ, ഇതാണോ ചെറുക്കൻ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൂസിയമ്മയും കൂടെയുള്ള സ്ത്രീയോടായി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആലീസേ, ശാരദ മരുമോനെയാണോ അതോ ഗുണ്ടാപ്പണിക്കാരനെയാണോ നോക്കുന്നതെന്ന്. ഇനി പെൺകുട്ടിയെ വിളിക്കാമെന്ന് തിരുമേനി പറയെ. ശാരദെ, മോളെ വിളിക്കുന്ന ജയബാലനും. തങ്കക്കുടം പോലുള്ളൊരു പെൺകുട്ടിയാണല്ലോ മാതാവേ ഈ ചെന്നായിക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് ലൂസിയമ്മയും പിറുപിറുക്കുന്നുണ്ട്. ഗംഗയെ വിളിക്കാൻ പോകുന്ന ശാരദയും അത് കേട്ട് ലൂസിയമ്മയുടെ അടുത്തേക്ക് ചെന്ന്, ലൂസിയമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കേ. ഏയ്, ഞാനെന്ത് പറയാൻ, അതെ ഈ ചെക്കൻ കൊള്ളാമെന്ന് പറയുമായിരുന്നു എന്ന് ലൂസിയമ്മയും. ചടങ്ങിന് ക്ഷണമുണ്ടെങ്കിൽ നിശ്ചയവും കൂടി സദ്യയും കഴിച്ചിട്ട് പോണം, ചെറുക്കന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ശാരദ ഗംഗയെ വിളിക്കാനായി പോവുകയാ. അവൾ എന്താ ലൂസിയമ്മയെ പറഞ്ഞെന്ന് ആലീസ് ചോദിക്കേ. സദ്യക്ക് പച്ചക്കറിയാണെന്ന് പറയുമായിരുന്നു, ലൂസിയമ്മയ്ക്ക് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ പുറത്തുനിന്ന് വരുത്താമെന്ന് പറഞ്ഞു എന്ന് ലൂസിയമ്മ പറയേ. എന്നിട്ട് ലൂസിയമ്മ എന്തു പറഞ്ഞു എന്ന് ആലീസും.
ഒരു നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല എന്ന് ലൂസിയമ്മ പറയേ. ലൂസിയമ്മ പറഞ്ഞത് ശരിയാ കേട്ടോ. ഈ പറഞ്ഞ 30 ചെറുക്കനെ ഒരു 40-42 വരും. ലൂസിയമ്മ എന്ത് പറയുന്നു എന്ന് ആലീസ് ചോദിക്കേ. നിനക്ക് എന്തിന്റെ കേടാ ആലീസേ? ഒരു ചടങ്ങിന് വന്നാൽ അത് കൂടിയിട്ട് മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോണം, അല്ലാതെ കൊതിയും നുണയും പറഞ്ഞിട്ട് പോവരുത്. ചെറുക്കന്റെ കാര്യം തീരുമാനിക്കണേ ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്, അല്ല പിന്നെ എന്നും പറഞ്ഞ് ചിരിയോട് നിൽപ്പാ ലൂസിയമ്മയും. പുറത്തുനിന്ന് ഗംഗയെന്നുള്ള അമ്മയുടെ നീട്ടിയുള്ള വിളികൾക്ക് ഗംഗയും സങ്കടത്തോടെ കരയാൻ തുടങ്ങുകയാ. അത് കണ്ട് കാവേരി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ കാവേരിയെ ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങുകയാ. ശാരദ അങ്ങോട്ട് എത്തുമ്പോഴേക്കും കാവേരിയെ ചേർത്ത് പിടിച്ച് കരയുന്ന ഗംഗയാണ് കാണുന്നത്. അമ്മയെ കണ്ട് ഗംഗയും കണ്ണു തുടച്ച് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നേരം കാവേരി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് ചേച്ചിയെന്ന് വിളിച്ച് വേണ്ടെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും തന്റെ കയ്യിലെ അവളുടെ പിടിപിടിവിച്ച് പോവാമെന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ പോവുകയാ ഗംഗ. പുറകെ സങ്കടത്തോടെ കാവേരിയും യമുനയും നിളയും പോകുന്നുണ്ട്. അവർ ലിവിംഗ് റൂമിൽ എത്തുമ്പോഴേക്കും എല്ലാവരെയും ഒന്ന് നമസ്കരിച്ചിരിക്കും മോളെ എന്ന് പ്രവീണ ഗംഗയോടായി പറയുകയാ. അവൾ പയ്യന്റെ അരികിലേക്ക് ചെന്ന് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് അവന്റെ അരികിലേക്ക് ഇരിക്കുകയാ. തിരുമേനിയെപ്പോഴേക്കും വായിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ മങ്കൊമ്പ് വീട്ടിൽ കരുണന്റെയും ജയശ്രീയുടെയും മകൻ സിനൂബും, കുറത്തിക്കാട് താലൂക്കിൽ പുഷ്പവാടി സ്നേഹതീരത്തിൽ അരവിന്ദന്റെയും ശാരദയുടെയും മകൾ ഗംഗയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എന്ന് വായിച്ചു നിർത്തുമ്പോഴേക്കും ലൂസിയമ്മയും ആലീസിനോടായി പറയുന്നുണ്ട്. എടി ആലീസെ, ചെറുക്കന്റെയും പെണ്ണിന്റെയും ഒരു ഫോട്ടോ എടുത്താലോ? അതിനിപ്പോ ക്യാമറ ഓണാക്കി അങ്ങ് എടുത്താ പോരെ ലൂസിയമ്മ എന്ന് ആലീസും. എനിക്ക് അങ്ങനെയുള്ള ഇടപാടൊന്നും അറിയത്തില്ല, അതിന്റെ പേരിൽ പിള്ളേരുമായി എപ്പോഴും വഴക്കാം എന്ന് ലൂസിയമ്മ പറയേ. ആ ഫോൺ ഇങ്ങതാ, ഞാൻ എടുത്തു തരാമെന്ന് ആലീസും. അത് കേൾക്കെ ലൂസിയമ്മ തന്റെ പഴയ ടച്ച് ഫോൺ എടുത്തു കൊടുത്തുകൊണ്ട് ദാ എത്ര വേണേലും എടുത്തോ, സ്റ്റോറേജ് എത്ര വേണേലും ഉണ്ടെന്നാ മോൻ പറയുന്നേ എന്ന് പറയുമ്പോഴേക്കും ആലീസും ഫോട്ടോ എടുക്കാൻ തുടങ്ങുകയാ. എന്നാൽ ഇനി തട്ടം കൈമാറാമെന്ന് തിരുമേനി പറയേ. പയ്യന്റെ അമ്മ ജയശ്രീയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ജയപാലൻ. തിരുമേനിയുടെ കയ്യിൽ നിന്ന് ജയശ്രീ തട്ടം വാങ്ങിക്കുമ്പോഴേക്കും ശാരദ അങ്ങോട്ട് വന്ന് ജയശ്രീയുടെ കയ്യിൽ നിന്ന് തട്ടം വാങ്ങിക്കുമ്പോഴേക്കും ഒരു കൊച്ചു പയ്യൻ അങ്ങോട്ട് ഓടി വന്ന് ആ തട്ടം മറിച്ചിട്ട് അച്ഛ എന്ന് വിളിച്ച് പയ്യന്റെ മടിയിലേക്ക് ഇരിക്കുക. അത് കേട്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാ എല്ലാവരും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ആ സത്യം മനസ്സിലാക്കി ശാരദ വിനീതിനോട് ഗംഗയെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നതും അമ്മയല്ല ആരെതിർത്താലും ഗംഗയെ തന്നെ താൻ വിവാഹം കഴിക്കുമെന്ന് വിനീത് ഉറപ്പിക്കുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.